ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കിയ പോകുന്നത് ഒരു കുമ്പളങ്ങ വച്ചിട്ട് ഒരു രസായനമാണ്. കൂഷ്മാണ്ഡ രസായനം എന്ന് പറയും. ഇപ്പം ഈ ചൂട് സമയമല്ലേ, അപ്പം നമ്മളുടെ ശരീരത്തിൽ നല്ല ചൂടും ഒക്കെ ആകുമ്പോൾ ശരീരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ പൊടിയൊക്കെ അടിച്ചിട്ട് ഉണ്ടാകുന്ന തുമ്മൽ, ചുമ, അങ്ങനെയുള്ള അലർജി രോഗങ്ങൾക്കും എല്ലാം നല്ല ഒരു ലേഹ്യമാണ് കുമ്പളങ്ങ വച്ചിട്ടുണ്ടാക്കുന്നത്. അത് ഞാൻ ഉണ്ടാക്കി തേണ്ടേ. അതിന് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ 5 കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഈ തൊലിയെല്ലാം കളഞ്ഞ് ഇതിൻ്റെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അതിന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം കാണാം. അങ്ങനെ നമ്മൾ ഇതെല്ലാം കുമ്പളങ്ങയെല്ലാം ചെത്തി അരിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതുപോലൊരു ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ചീകി നമുക്ക് എടുക്കണം. ഇങ്ങനെ ഇതെല്ലാം ചീകി എടുത്തിട്ട് നമുക്കിനി കാണാം. ഓക്കെ, ഞാൻ കുമ്പളങ്ങയെല്ലാം ചീകി പിഴിഞ്ഞ് അതിൻ്റെ കൊണ്ട് നെയ്യിൽ നല്ലതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കാരണം തേനിൻ്റെ നിറം വരുന്നത് വരെ ഇത് മൂപ്പിക്കണം. അങ്ങനെ ഞാൻ മൂപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് സമയം എടുക്കും ഇതിങ്ങനെ മൂത്ത് വരാനായിട്ട്, അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. എന്നിട്ട് ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. എന്താണ്? കുരുമുളക്. ഒരു 2 കിലോ കുമ്പളങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനൊരു 40 ഗ്രാം കുരുമുളക്, 40 ഗ്രാം ചെറിയ ജീരകം, 40 ഗ്രാം മല്ലി, 40 ഗ്രാം തിപ്പലി, ഒരു 25 ഗ്രാം കറുകപ്പട്ട, 25 ഗ്രാം ആശാളി. ഇത് ആശാളി എന്ന് പറയുന്ന ഒരു ആയുർവേദ മെഡിസിനാണ്. അതുപോലെ തന്നെ ഒരു 20 ഗ്രാം ഏലക്ക, ഒരു 40 ഗ്രാം നമ്മുടെ ഗ്രാമ്പൂ, ഒരു 40 ഗ്രാം ചുക്ക്. ഇതെല്ലാം കൂടെ നമുക്കിനി ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം. കുമ്പളങ്ങ വഴറ്റിയ ആ പാത്രത്തിൽ തന്നെ ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ശർക്കര നമുക്ക് അരിച്ചു കൊടുക്കാം. 2 കിലോ കുമ്പളങ്ങയ്ക്ക് 2 കിലോ ശർക്കരയാണ് വേണ്ടത്. അപ്പം അത് ഉരുക്കിയത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തീ കത്തിച്ചിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുമ്പളങ്ങയുടെ നീരൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് കുറുകി വരട്ടെ. ആവശ്യത്തിന് 400 ഗ്രാം നെയ്യുടെ ആവശ്യമുണ്ട്. അതിൽ 200 ഗ്രാം നെയ്യിൽ നമ്മൾ കുമ്പളങ്ങ വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് 200 ഗ്രാം തേനാണ്. അത് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അങ്ങനെ ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റി. ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ കുമ്പളങ്ങയുടെ നീരാണ്. ആ സമയത്ത് നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് എടുക്കാം. ഇത് നല്ലതായിട്ട് കുറുകണ്ട, ഒരു പാകമുണ്ട്. ആ പാകത്തിൽ നമുക്ക് കുറുക്കിയെടുക്കാം.
ഒരു പാകത്തിന് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികളിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 200 ഗ്രാം തേൻ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചു. ആവശ്യത്തിനുള്ള നെയ്യൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ അധികം നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. ഈ ഒരു പാകത്തിന് നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിനൊന്ന് കുറുകും, ഇത്രയും മതി. ഇത് നമ്മുടെ കുറുക്ക് കൂഷ്മാണ്ഡ രസായനം റെഡിയായി. ഓക്കെ, അങ്ങനെ ഞാൻ കുമ്പളങ്ങ രസായനം കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.